പുതിയ സ്വാഗതം. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 4/6/2025 ജൂൺ മാസം 4 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 07/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി. കാറ്റഗറി നമ്പർ 0H/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാറ്റമി. കാറ്റഗറി നമ്പർ 09/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജറി യൂറോളജി. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓൺകോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 10/2025. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹെൽത്ത് സർവീസ്. കാറ്റഗറി നമ്പർ 11/2025. റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജിയിൽ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 12/2025. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. കാറ്റഗറി നമ്പർ 13/2025. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. കാറ്റഗറി നമ്പർ 14/15/2025. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2 പ്രിൻറ്റിംഗ് ഗവൺമെൻറ് പ്രസ്സസ്. കാറ്റഗറി നമ്പർ 16/2025. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് SBCID കേരള പോലീസ് സർവീസിലെ. കാറ്റഗറി നമ്പർ 17/2025. നേഴ്സ് ഗ്രേഡ് 2 ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്. കാറ്റഗറി നമ്പർ 18/2025. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്. കാറ്റഗറി നമ്പർ 19/2025. ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റി. കാറ്റഗറി നമ്പർ 20/2025. വാച്ച്മാൻ പാർട്ട് 1 ജനറൽ കാറ്റഗറി KSF SC ST DC ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 21/2025. വാച്ച്മാൻ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെൻറ്റ്. കാറ്റഗറി നമ്പർ 22/2025. പിയൂൺ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഹൗസ് ഫെഡ് ആണ്. കാറ്റഗറി നമ്പർ 23/2025. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 24/2025. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 25/2025. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 26/2025. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 27/2025. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 28/2025. ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. കാറ്റഗറി നമ്പർ 29/2025. ആയുർവേദ തെറാപ്പിസ്റ്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 30/2025. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 സിദ്ധ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. കാറ്റഗറി നമ്പർ 31/2025. ലൈൻമാൻ പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്. കാറ്റഗറി നമ്പർ 32/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒളി കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ലോ കോളേജസ്. കാറ്റഗറി നമ്പർ 31/2025. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ SR for SC or ST and ST ഒളി. കേരള പോലീസ് സർവീസ്. കാറ്റഗറി നമ്പർ 34/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറി ഫസ്റ്റ് NCA മുസ്ലിം മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 35/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി ഫസ്റ്റ് NCA ഇഴവ തീയ ബില്ലവ വിശ്വകർമ്മ മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 36/2025.
2025, 37/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തെറ്റോളജി 8th NCA SSC CC മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 38/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ 6th NCA SC CC മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 39/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ 1st NCA SC CC മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 40/2025. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി 1st NCA SCC കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് കാറ്റഗറി നമ്പർ 41/2025. മെഡിക്കൽ ഓഫീസർ മർമ്മ 1st NCA LC or AI ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കാറ്റഗറി നമ്പർ 42/2025. ദന്തൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 10th NCA ധീരവ ഹെൽത്ത് സർവീസ് കാറ്റഗറി നമ്പർ 43/2025. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ 1st NCA ഇഴവ തീയ ബില്ലവ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 44/2025. കെയർ ടേക്കർ ഫീമെയിൽ 1st NCA ഇഴവ തീയ ബില്ലവ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി നമ്പർ 45/2025. കെയർ ടേക്കർ ഫീമെയിൽ 2nd NCA ഹിന്ദു നാടാർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി നമ്പർ 46/2025. പിയൂൺ ഓർ വാച്ച്മാൻ BOT 1st NCA SIUCN ETB ST MD OBC LC or AIB KSFE കാറ്റഗറി നമ്പർ 47/2025 മുതൽ 54/2025 വരെ. ജൂനിയർ ടൈം കീപ്പർ 1st NCA LC or AI കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് TP യൂണിറ്റ് കാറ്റഗറി നമ്പർ 55/2025. ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3rd 1st NCA LC or AI പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിടെക്ചറൽ വിങ്സിലെ കാറ്റഗറി നമ്പർ 56/2025. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 or ജൂനിയർ അസിസ്റ്റൻറ്റ് 2nd NCA മുസ്ലിം പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി MAT SY FED കാറ്റഗറി നമ്പർ 57/2025. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റൻറ്റ് 2nd NCA SC പാർട്ട് 3rd സൊസൈറ്റി കാറ്റഗറി MAT SYA FED കാറ്റഗറി 58/2025. ഫീൽഡ് ഓഫീസർ 2nd NCA ഇഴവ തീയ ഓർ വില്ലവ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി റബ്ബർ മാർക്ക് കാറ്റഗറി 59/2025. സെയിൽസ്മാൻ ഗ്രേഡ് 2 സെയിൽസ് വുമൺ ഗ്രേഡ് 2 2nd NCA SC പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി ഹാൻഡെക്സ് കാറ്റഗറി നമ്പർ 60/2025. സെയിൽസ്മാൻ ഗ്രേഡ് 2 സെയിൽസ് വുമൺ ഗ്രേഡ് 2 2nd NCA ഇഴവ തീയ ബില്ലവ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി ഹാൻഡെക്സ് 61/2025. സെയിൽസ് അസിസ്റ്റൻറ്റ് 1st NCA SC ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് 62/2025. ഹൈസ്കൂൾ ടീച്ചർ അറബിക് NCA ഇഴവ ഓർ തീയ ഓർ ബില്ലവ OBC SSC CC ഷെഡ്യൂൾ കാസ്റ്റ് എഡ്യൂക്കേഷൻ 63/2025 മുതൽ 66/2025 വരെ. ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം 3rd NCA ധീരവ എഡ്യൂക്കേഷൻ നമ്പർ 67/2025. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം 2nd NCA SC CC ധീരവ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 68/2025 മുതൽ 69/2025 വരെ. ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം 1st NCA EBT ധീരവ 70/2025 71 മുതൽ വരെ.
ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 8th NCA SC/ST എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 72 മുതൽ 73 വരെ. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 3rd NCA SC കാറ്റഗറി നമ്പർ 74/2025. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS 6th NCA SC/ST എഡ്യൂക്കേഷൻ 75 മുതൽ 76 വരെ 2025. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 9th NCA D SC CC ST 77 മുതൽ 79 വരെ 2025. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 5th NCA SC 6th NCA ST 80/2025 മുതൽ 81 വരെ. മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ 1st NCA മുസ്ലിം കാറ്റഗറി നമ്പർ 82/2025. സർജൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 1st NCA LC or AI വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 83/2025. ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ 4th NCA SC CC ഹോമിയോപ്പതി 84/2025. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു 1st NCA SC CC ധീരവ കാറ്റഗറി നമ്പർ 85/2025 മുതൽ 86/2025 വരെ. കാവടി 1st NCA എഴവ തീയ ബില്ലവ SC മുസ്ലിം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 87 മുതൽ 89 വരെ 2025. ഇത്രയും കാറ്റഗറികളിലാണ് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. 89 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ 83 PSC വിജ്ഞാപനം വന്നിട്ടുണ്ട് 89 കാറ്റഗറികളിലായിട്ട്. ഇതിൽ ജനറൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, ബൈ ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ NCA ഉണ്ട്. അപ്പോൾ NCA എന്ന് പറഞ്ഞാൽ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളതാണ്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ളവരുടെ ആബ്സെൻസിലാണ് വേഗം തന്നെ അവർ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച് ഉടനെ തന്നെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ആബ്സെൻസിലേക്ക് അർഹരായവരെ, അതായത് റാങ്ക് ഫസ്റ്റ് എത്ര ആബ്സെൻസ് ഉണ്ടോ അവരെയൊക്കെ ഈ റാങ്ക് അനുസരിച്ചിട്ട് ആ റാങ്ക് ലിസ്റ്റിനുള്ളിലേക്ക് കയറ്റും. അപ്പോൾ അതുകൊണ്ട് NCA ഒന്നും ആരും വിട്ട് കളയരുത്. ഒരൊഴിവാണെങ്കിൽ പോലും അതിന് ട്രൈ ചെയ്ത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാം. അപ്പോൾ ഇത്രയും കാറ്റഗറിയിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള എക്സ്ട്രാ ഓർഡിനറി ഗസ്റ്റഡ് ഡേറ്റ് അതായത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സൈറ്റ് തുറന്നു വരും. അപ്പോൾ ഓരോ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണ് നോട്ടിഫിക്കേഷൻ നോക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ട് ഒത്തുചേർന്ന് പോകണമെങ്കിൽ നിങ്ങളത് അപേക്ഷിക്കുക. ഓരോന്നും ഹൈപ്പർ ലിങ്ക് ഉണ്ട് ഉണ്ടോ, ഇവിടെ വയ്ക്കുമ്പോൾ തന്നെ ഹൈപ്പർ ലിങ്ക് വന്നേക്കണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എക്സാമ്പിളായിട്ട് ഒരെണ്ണം കാണിച്ചു തരാം. അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഓപ്പണായിട്ട് വന്നേക്കുന്നതാണ്. ഗസ്റ്റ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, ജനറൽ റിക്രൂട്ട്മെൻറ്റ്, സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 07/2025 ആൻഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, നെയിം ഓഫ് പോസ്റ്റ്, സ്കെയിൽ ഓഫ് പേ, നമ്പർ ഓഫ് വേക്കൻസീസ്, പിന്നെ അതിൻ്റെ ഓരോ നോട്ട്സുകളുണ്ട്, പിന്നെ അപ്പോയിൻമെൻറ്റ്, ഡയറക്റ്റ്, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക. അതുപോലെ ഓരോ നോട്ടിഫിക്കേഷന് നിങ്ങൾ ഇത് തുറന്ന് നോക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആകാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതയിലുള്ള നോട്ടിഫിക്കേഷൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ അവസരം ലാസ്റ്റ് ഡേറ്റ് വരെ നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് തന്നെ
അപ്ലൈ ചെയ്യുക. 1 ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ വേഗം തന്നെ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം പ്രൊഫൈൽ തുറന്ന് അപ്ലൈ നൗവിൽ കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.